ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഇന്നിപ്പം നിഫ്റ്റി ഫ്രീ ഫോൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 24,900 താഴത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട് നിഫ്റ്റി. ഇന്നിപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ചിട്ട് ഈ കിറ്റെക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയെ കുറിച്ചാണ്. കിറ്റെക്സ് എന്നൊരു കമ്പനി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കിറ്റെക്സ് കമ്പനി. കിറ്റെക്സ് ഇപ്പം CMP 304 റുപ്പിയാണ് ചെയ്യുന്നത്. സോ ഈ സ്റ്റോക്ക് കഴിഞ്ഞ 2 വർഷം മുമ്പ് ചെയ്തിരുന്ന ഇറ്റ് ഈസ് സംവെയർ അറൗണ്ട് 50 റുപ്പീസ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു. ഓൾമോസ്റ്റ് 300% അധികം റിട്ടേൺ കൊടുത്തൊരു സ്റ്റോക്കാണ് ഈ കിറ്റെക്സ് എന്ന് പറഞ്ഞ സ്റ്റോക്ക്. അത് 5000-ലധികം ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്നൊരു കമ്പനിയാണ്. സോ അത്ര നല്ലൊരു കമ്പനി കേരളത്തിൽ നിന്ന് പോയതിനെ കുറിച്ചിട്ട് കുറേ ഡിസ്കഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ നമ്മളെ കേരളത്തിൻ്റെ ഇൻഡസ്ട്രിയൽ പോളിസിയും പിന്നെ അത് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ടായിരിക്കും ചിലപ്പം കേരളത്തിൽ നിന്ന് ഈ സാബുജയൊക്കെ പോയിട്ടുണ്ടാവും. സോ ഇറ്റ്സ് എ ഗുഡ് കമ്പനി. എൻ്റെ അപ്പുറത്ത് പറയാന്ന് വെച്ചാൽ അത് അതിൻ്റെ ഇപ്പം റവന്യൂ നോക്കുകയെന്ന് വെച്ചാൽ 1.19 മില്യൺസ് കാണുന്നുണ്ട്. നെറ്റ് ഇൻകം 113 സംവെയർ അറൗണ്ട് 113.78K ആണ് കാണുന്നത്. സോ ദീസ് കമ്പനി ഒരു കറക്ഷനിൽ കിട്ടിയാൽ ബൈ ആയിട്ട് എനിക്ക് തോന്നുന്നത്. സോ ഇറ്റ്സ് എ ഗുഡ് കമ്പനി ടു ഹോൾഡ്. അതുപോലെ വേറൊരു കമ്പനി ഞാൻ പറയാൻ വിചാരിച്ചത് ദിസ് ഈസ് ഈ IDBI ബാങ്കാണ്. IDBI ബാങ്ക് ഇന്ന് എമിറേറ്റ്സ് NBD ദുബായിലെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ബാങ്ക് അസറ്റ് വൈസ് നോക്കുക വെച്ചാൽ അത് IDBI ബാങ്കിലും കുറച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഈ സെൻട്രൽ ബാങ്ക് എമിറേറ്റ്സ് ബാങ്കിന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് IDBI ബാങ്കും 2 വർഷം നോക്കുക വെച്ചാൽ അതിൻ്റെ ഷെയർ പ്രൈസ് ഉണ്ടായിരുന്നത് 38 റുപ്യ, എനിക്ക് തോന്നുന്നു 12 റുപ്യ അതിൻ്റെ മൾട്ടിപ്പിൾസിലാണ് PE ചെയ്യുന്നത്. ഇപ്പോൾ 89 റുപ്യുണ്ട് IDBI ബാങ്കിന്. സോ IDBI ബാങ്ക് നല്ലൊരു കറക്ഷനിൽ കിട്ടിയിട്ടുണ്ട്. ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം എസ്പെഷ്യലി എമിറേറ്റ്സ് ബാങ്കൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്ത് ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ IDBI ഷുഡ് പിക്കപ്പ്. സോ വേറൊരു കാര്യം ഞാൻ പറയാൻ വെച്ചത് ഈ അമേരിക്കയിൽ പിന്നെ ഈ H1B വിസേനെ കുറിച്ചിട്ട് ഇന്ന് പറയുന്നത് കേട്ടു. H1B വിസ എന്ന് വെച്ചാൽ കൺസിഡർ ടു ബി എ നോളജ് വിസ. അപ്പോൾ അമേരിക്ക പറയുന്നത് വെച്ചാൽ ദർ ഈസ് നത്തിങ് ടു ഡു വിത്ത് അമേരിക്കാസ് കോമ്പറ്റേറ്റീവ്നെസ്. H1B വിസ കൊടുത്തില്ലെങ്കിലും അമേരിക്കൻ്റെ കോമ്പറ്റേറ്റീവ്നെസ് ഉണ്ടാവും. സോ ഇവർ വിചാരിച്ച് H1B വിസേനെ കൊണ്ടാണ് അമേരിക്കയിൽ ഇത്ര വലിയ ഇൻവെൻഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇത്ര വലിയ ടാലൻറ്റ്സ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അവരെ സ്റ്റാൻഡ് മാറ്റിയിട്ടില്ലെന്ന്. അതുകൊണ്ട് H1B വിസ എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ദ വിസ ഹോൾഡേഴ്സ് ഷുഡ് ബി സെൻഡ് ബാക്ക് ടു ദർ ഹോം കൺട്രീസ് എന്ന് അങ്ങനെ ഒരു ഡിസ്കഷൻ കേട്ടു. അതുപോലെ ടാക്സ് ഓൺ റെമിറ്റൻസ് ഇനി അമേരിക്കയിൽ വരാൻ പോകുന്നു, അതും പറയുന്നത് കേട്ടു. ഈ ഡൊണാൾഡ് ട്രംപ് പുതിയ ടാക്സ് റെമിറ്റൻസിന് മുകളിൽ കൊണ്ടുവരാൻ വേണം. അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും പൈസ ഇഫ് ദേ സെൻഡ് ബാക്ക് ടു ദർ ഹോം കൺട്രീസ് ദേ ഹാവ് ടു പേ 5% ടാക്സ് എന്നുള്ളൊരു നിയമം വരാൻ പോകുന്നു പറഞ്ഞിട്ടു. അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പം നമ്മളെ അവരെ ബ്രദേഴ്സായ UAE-യിലും ചിലപ്പം അത് ഗൾഫ് കൺട്രീസിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നിടത്തിൽ വലിയൊരു നമ്മുടെ കേരളത്തിലെ പോലത്തെ ആൾക്കാർക്ക്, പ്രവാസികളെ പൈസയും കൊണ്ട് സുഖിച്ച് ജീവിക്കുന്ന ഇവിടുത്തെ ആൾക്കാർക്ക് ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ കഷ്ടമായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ പ്രവാസികളൊക്കെ അയക്കുന്ന ഓൾറെഡി ടാക്സ് അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ റെമിറ്റൻസിന് മുകളിൽ ടാക്സിന് ഡബിൾ ടാക്സേഷൻ വരും. അത് വലിയൊരു ബേർഡനായി മാറുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ മാർക്കറ്റിൽ FISും DISും സെല്ലിങ് അത് കാണുന്നത്. വേറൊരു ന്യൂസ് വന്നു വെച്ചാൽ അഡാനി ഗ്രൂപ്പിൻ്റെ ആണ്. അഡാനി ഗ്രൂപ്പ് ഇവർ മൗറീഷ്യസിൽ എലാറ ഫണ്ട്സ് എന്ന് വെച്ചും വെസ്പെറ ഫണ്ട് എന്ന് വെച്ചാൽ 2 ഫണ്ടിൽ പൈസ ഫണ്ട് മാനേജ് അവിടെ ഉണ്ട് അവർക്ക്. അപ്പോൾ ആ ഫണ്ടിൻ്റെ ആക്ച്വൽ ഓണർ ആരാന്ന് SEBI ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇത് ആയിരുന്നു ഹിൻഡൻബർഗ് കുറച്ച് മുമ്പ് ക്വസ്റ്റ്യൻ ചെയ്ത് അവരായിട്ട്. പിന്നെ വന്നത് റിഡിങ്ടൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടാണ് വന്നില്ല. പവർ ഗ്രിഡിൻ്റെ റിസൾട്ട് ഓക്കെ, നോട്ട് ബാഡ്, പക്ഷേ അറ്റ് ദ സെയിം ടൈം കുറച്ച് കുറവായിരുന്നു. സോ എനിവേ ഹൗ ദ മാർക്കറ്റ് ഇസ് ഗോയിങ്. ഇന്ന് എനിക്ക് മാർക്കറ്റിൽ വലിയ പ്രതീക്ഷയില്ല. ഞാൻ രാവിലെ തന്നെ പറഞ്ഞു ഐ ആം ബിയറിഷ് ഇൻ ദ മാർക്കറ്റ്. So thank you very much for viewing my channel. Please subscribe and support my channel. Have a nice day.